തുടർന്ന് അടുത്ത ചരിതമാണ് വൃത്രാസുര ചരിതം. ഭാഗവതത്തിലെ അതിസുന്ദരമായൊരു ഭാഗമാണ് ഈ ഭാഗം. ഒരിക്കൽ ഇന്ദ്രൻ സർവ ഐശ്വര്യങ്ങളും വന്നപ്പോ, എല്ലാ സുഖഭോഗങ്ങളും കൂടിയപ്പോ തന്റെ ഗുരുവിനെ നിന്ദിക്കാൻ ഇടവന്നു എന്നാണ്. അതായത് മനുഷ്യന്റെ ഒരു മനോഭാവം എങ്ങനെയാണ്? എപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നു, പണമുണ്ട്, ആരോഗ്യമുണ്ട്, ബന്ധുക്കളെല്ലാം സ്നേഹിക്കുന്നുണ്ട്, എല്ലാം പോസിറ്റീവായാൽ അപ്പോ ഈശ്വരനെ നമ്മൾ മറന്നുപോകും. അപ്പൊ ഇത്തിരി അഹങ്കാരം നമുക്കിങ്ങനെ പൊങ്ങി വരും. അതായത് ഈ സുഖമൊക്കെ എനിക്ക് എന്റെ കേമത്വം കൊണ്ട് കിട്ടിയതാണെന്ന് ഇങ്ങനെ മനസ്സിന് തോന്നും. ആ സമയത്ത് നമ്മൾ ഈശ്വരനെ മറക്കുമ്പോൾ അപ്പോ കിട്ടും ഒരു അടി പറയാണ്. അതേത് വിധത്തിലാ നമുക്കറിയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വിഷമം എവിടെങ്കിലും ഒന്നുണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെ ഇന്ദ്രനും ഇതുപോലൊരു സന്ദർഭം വന്നു. എല്ലാ ഐശ്വര്യങ്ങളും അങ്ങോട്ട് കൂടിയപ്പോ പാട്ടും കൂത്തും ഡാൻസും. അവിടെയാണെന്ന് വെച്ചാൽ പല ചാനലും കിട്ടും. നമുക്ക് ഏഷ്യാനെറ്റും കൈരളിയൊക്കെ കിട്ടുമെങ്കിൽ അവിടെ ഉർവശി ചാനലുണ്ട്, രംഭ ചാനലുണ്ട്, തിലോത്തമ ചാനലുണ്ട്, ഫിലോമിന ചാനലുണ്ട്, എല്ലാ ചാനലും ഉണ്ട്. ഇന്ദ്രൻ ഇതിലൊക്കെ കുരുങ്ങിപ്പോയി പറയാണ്. അതൊക്കെ കണ്ട് പാട്ടും നൃത്തത്തിലൊക്കെ ലയിച്ച് ഒരു ദിവസം സഭയിലേക്ക് ഗുരു കയറി വരുമ്പോ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ആദരിച്ചില്ല. ആ ഗുരുവിന് മനസ്സിലായി ഇനി ഈ സഭയിൽ നിൽക്കരുതെന്ന്. ഇറങ്ങി പുറപ്പെട്ടു. ഗുരു ഇറങ്ങിയപ്പോഴാണ് ഇയാൾക്ക് വിവേകം വന്നത്. എന്താ വിവേകം? അയ്യോ, ഗുരു പോയാൽ പിന്നെ അസുരന്മാർ ആക്രമിക്കില്ലേ, നമ്മുടെ ശക്തിയൊക്കെ പോവില്ലേ, ഗുരു വേണമല്ലോ പിടിച്ചു നിൽക്കാൻ. ആ വിവേകം കുറച്ചു കഴിഞ്ഞിട്ടുണ്ടായത്. ചിലർക്ക് അങ്ങനെയാണ്, പിൻബുദ്ധിയാണ്. ആദ്യം വരില്ല, മുൻബുദ്ധി വരില്ല എന്നാണ്. അങ്ങനെ ആ ബുദ്ധി വന്നതും ഓടി ഗുരുവിന്റെ പിന്നാലെ. അപ്പോഴേക്കും ഗുരു എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഗുരുവിനെ കാണുന്നില്ല. കരഞ്ഞു പിഴിഞ്ഞ് ഗുരുവിന്റെ വീട്ടിൽ ചെന്നു. വാതിലൊക്കെ മുട്ടി. ഗുരുവിന്റെ ഭാര്യ വാതിലൊക്കെ തുറന്നുമ്പോൾ ചോദിച്ചു, എന്താ ഇന്ദ്ര, ഈ വഴിക്കൊന്നും നീ വരാറില്ലല്ലോ, ഞങ്ങളിന്നും നിനക്ക് മൈൻഡേ ഇല്ലല്ലോ, എന്ത് പറ്റി നീ വഴിക്കൊക്കെ എന്ന്. അല്ല, ഗുരുനാഥൻ എവിടെ പോയിന്ന്? അല്ല, നിന്റെ സഭയിലേക്കല്ലേ വന്നത്? അവിടെ വന്നു, പക്ഷെ ഞാൻ ഇത്തിരി കുരുത്തക്കേട് കാണിക്ക വഴി അദ്ദേഹം ഇറങ്ങിപ്പോയിന്ന്. ഉടനെ ഭാര്യ ഒരു ശാസനം കൊടുത്തു, എന്റെ ഭർത്താവെങ്ങാനും നീ കാരണം വന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ശപിച്ചൊരു വഴിക്കാക്കുന്നു. ഇന്ദ്രൻ ആ പേടിയും കൂടി അവസാനം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിന്റെ അടുത്ത് ഇന്ദ്രൻ ചെന്നാൽ അപ്പൊ ബ്രഹ്മാവിനറിയാം എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തിട്ടേ ബ്രഹ്മാവ് വരുള്ളൂ എന്നും. മനസ്സിലായില്ലേ? ചിലരൊക്കെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ അപ്പുറം അറിയാം ഇയാൾ എന്തോ കുരുത്തക്കേട് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. ചിലരപ്പോഴേ പോവുള്ളൂ അമ്പലത്തിൽ എന്നാണ്. ഇതുപോലെ ബ്രഹ്മാവിന് മനസ്സിലായി. ചോദിച്ചു, എന്താ ഇന്ദ്ര നീ കുരുത്തക്കേട് ചെയ്തതെന്ന്? ഒന്നും പറയേണ്ട, ആ ഗുരുവിനെ നിന്ദിച്ച് അയാൾ ഇറങ്ങിപ്പോയി. ഇപ്പൊ ഗുരു ഇല്ലേടാ, ശുക്രാചാര്യ പടയൊരുക്കം തുടങ്ങിയിട്ട് എപ്പോഴാ എന്റെ അധികാരം പോവാന്നറിയില്ല, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ഉടനെ പറഞ്ഞു, ഇതിനൊരൊറ്റ വഴിയുള്ളൂ, വിശ്വരൂപൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അയാളെ പിടിച്ചു കൊണ്ടുവരണം, അയാളെ ഗുരുവായിട്ട് പോസ്റ്റ് ചെയ്തോളൂ. ഉടനെ ഇന്ദ്രൻ തുടങ്ങി അന്വേഷണങ്ങളൊക്കെ. വിശ്വരൂപന്റെ വീട്ടിലെത്തി, പിടിച്ചു കൊണ്ടുവന്നു ഗുരുവായിട്ട്. വിശ്വരൂപൻ അപ്പോഴേ പറഞ്ഞു, ദേ എന്നെ ഗുരുവെന്നാക്കി വെക്കേണ്ട, ശിഷ്യനാക്കി വെച്ചാൽ മതിയെന്ന്. പറ്റില്ല, അവിടുന്ന് ഗുരുവാവണമെന്ന്. അവിടുന്ന് ഗുരുവായി. അവസാനം ഇന്ദ്രന് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു, ഭയത്തിൽ നിന്ന് മുക്തനാവാൻ. അതാണ് ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ 8ാമത്തെ അധ്യായത്തിലെ നാരായണ കവചം എന്ന് പറയുന്ന മന്ത്രം. ഈ മന്ത്രം ആര് ജപിക്കുന്നോ അവർക്ക് കരയിലോ വെള്ളത്തിലോ ആകാശത്തിലോ ഭൂമിയിലോ ഒരിക്കലും ഭയമുണ്ടാവില്ല എന്നാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അതിങ്ങനെ ചൊല്ലാൻ പറ്റും. ഭയം വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് സന്ധ്യയ്ക്കൊക്കെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ നാരായണ കവചം ചൊല്ലിയിരുന്നാൽ ടി വി കാണേണ്ടി വരില്ല. മനസ്സിലായില്ലേ? പേടിയുണ്ടാവില്ല പറയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവർ 2 വട്ടം ചൊല്ലണം. കാരണം എവിടെ നോക്കിയാലും ഒരു ദിവസം തല കാണാനില്ല, ഒരു ദിവസം കാല് കാണാനില്ല, കൈ കാണാനില്ല. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. പറയുമ്പോൾ ഇവിടെ എല്ലാ ഗവൺമെന്റ് ഹൈ ഒഫീഷ്യൽസും ജീവിക്കുന്ന സ്ഥലമാണ്. ഹൈക്കോടതിയുടെ സെന്റർ ഇവിടെയാണ്. എന്നിട്ട് ഇത്രയൊക്കെ ജഡ്ജിമാരുണ്ടായിട്ട്, ഇത്രയൊക്കെ പോലീസും പട്ടാളവും മിലിറ്ററിയും ഇതൊക്കെ ഉണ്ടായിട്ടും എന്നിട്ടും ആളുകളുടെ തല കാണില്ല. പിന്നെ എവിടെയൊക്കെ തല കാണുക? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ 2-3 വട്ടം ദുരിതം ചൊല്ലിക്കോളൂ. 8ാമത്തെ അധ്യായത്തിൽ ഭാഗവതം വീട്ടിലില്ലാത്തവർ ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ, എന്നിട്ടത് പഠിച്ചു വയ്ക്കും. ഭാഗവതത്തിലെ 6ാമത്തെ സ്കന്ധത്തില് 8ാമത്തെ അധ്യായമാണ് നാരായണ കവചം. ആരൊക്കെ നമ്മളെ നോക്കിയിട്ടില്ലെങ്കിലും ഈ നാരായണ കവചം നമ്മുടെ നേരെ ഒരു കവചമായിട്ട് എന്നും രക്ഷിക്കാൻ കൂടെയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ നാരായണ കവചമൊക്കെ പറഞ്ഞു കൊടുത്തു. അത് പറയാൻ നല്ല രസകരമായിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയാതിരിക്കുകയാണ്. അത് അത്രയും സമയക്കുറവുണ്ട് നമുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രൻ തൽക്കാലം ഭയത്തിൽ നിന്ന് മുക്തനായി. ദിവസവും വിശ്വരൂപൻ ഹോമം ചെയ്യും. അപ്പൊ അതിൽ മന്ത്രങ്ങൾ ചൊല്ലും ദേവന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. ഓം ഇന്ദ്രായ സ്വാഹ, ഓം വരുണായ സ്വാഹ, ഓം ആദിത്യായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് മന്ത്രം ചൊല്ലും. ഇടയ്ക്ക് ഇന്ദ്രൻ കേൾക്കാതെ ഒരു മന്ത്രം കൂടി ചൊല്ലും. ആ മന്ത്രമാണ് ഓം ശുക്രായ സ്വാഹ.
അതായത് ഇന്ദ്രന്റെ ശത്രുവായ അസുരഗുരു നേരെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രന്റെ നെയ്യെടുത്തിട്ട് ഇന്ദ്രന്റെ ഹോമാഗ്നിയിൽ ഒഴിക്കണമെങ്കിൽ ആ വിശ്വരൂപൻ എത്ര തൊലിക്കെട്ടി ഉണ്ടാവണം നോക്കൂ. ഇത് കേട്ടതും ഇന്ദ്രന് സഹിച്ചില്ല. എന്റെ നെയ്യെടുത്ത് എന്റെ ഹോമാഗ്നിയിൽ ഇവൻ ഒഴിക്കുക, അത് എന്റെ മുന്നിൽ വെച്ച് എടുത്തു വാള് കൊടുത്തൊരു വെട്ട്. ഗുരുവാണെന്നൊക്കെ പിന്നെ മറന്നുപോയി. വെട്ടിയപ്പോഴേക്കും അതാ വരുന്നു ബീഭത്സമായൊരു സത്വം ഒരു ഭൂതഭാവത്തിൽ തന്നെ പിടിക്കാൻ വരുന്നു. അതാണ് ബ്രഹ്മഹത്യാ രൂപത്തിൽ വന്നത് പറയാണ്. അങ്ങനെ ബ്രഹ്മഹത്യാ സത്വം ഇന്ദ്രനെ പിടിക്കാൻ ഓടുന്നു. ഇന്ദ്രൻ മുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് ഓടാൻ തുടങ്ങി. ആ ഇന്ദ്രന്റെ ഓട്ടമൊക്കെ വളരെ മനോഹരമായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത്ര സ്പീഡിൽ PT ഉഷ പോലും ഓടിയിട്ടുണ്ടാവില്ല, അത്ര വേഗത്തിലാണ് ഓടുന്നത്. ഓടി 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 അവസാനം ആരെങ്കിലും ഒന്ന് മേടിക്കേണ്ട ഈ ബ്രഹ്മഹത്യാ പാപം ഭൂമിദേവി കൈനീട്ടിയിട്ട് പറഞ്ഞു, ഇന്ദ്ര ഒരംശം ഞാൻ വാങ്ങിച്ചോളാന്ന്. അങ്ങനെ ഇന്ദ്രൻ ഒരംശം ഭൂമിദേവിക്ക് കൊടുത്തതാണത്രേ ഭൂമിയിൽ കാണുന്ന മരുഭൂമികൾ എന്ന് പറയാൻ. ഇന്ദ്രനൊരു അനുഗ്രഹം കൊടുത്തു, അതൊക്കെ സമതലമായി തീരട്ടെ എന്ന്. രണ്ടാമത് വെള്ളം വാങ്ങിച്ചു, ആ വെള്ളം വാങ്ങിച്ചതാണത്രേ പതയും നിറയായിട്ട് വന്നത്. ഇന്ദ്രൻ അവർക്കൊരു അനുഗ്രഹം കൊടുത്തു, അതൊക്കെ വീണ്ടും വെള്ളമായി തീരട്ടെ എന്ന്. വീണ്ടും വൃക്ഷങ്ങൾ വാങ്ങിച്ചു അത്രേ, അതാണ് പാലായിട്ടും കറയായിട്ടും ചെടികളിലൂടെ പ്രകടമാവുന്നതെന്ന്. അവർക്കും ഒരനുഗ്രഹം കൊടുത്തു, നിങ്ങളുടെ വൃക്ഷം മുറിക്കുന്ന സമയത്ത് വീണ്ടും അത് വിത്തില്ലാതെ പൊട്ടി മുളയ്ക്കട്ടെ എന്ന്. അത് കഴിഞ്ഞ് സ്ത്രീകൾ വാങ്ങിച്ചു, അതാണ് മെൻസസ് എന്ന് പറയുന്ന പ്രക്രിയയായിട്ട് അവരുടെ ശരീരത്തിലൂടെ പ്രകടമാവുന്നത് എന്ന്. അവർക്കും ഒരനുഗ്രഹം കൊടുത്തു, കാമം മനസ്സിലുണ്ടാവട്ടെ, എങ്കിലേ പ്രത്യുൽപാദനത്തിലൂടെ സന്തതികൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ബ്രഹ്മഹത്യാ പാപം 4ആയിട്ട് വിഭജിച്ച് അങ്ങനെ തൽക്കാലം ഇന്ദ്രൻ മുക്തനായി എന്നാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ വളരെ ശാസ്ത്രീയമായ തത്വങ്ങളും സത്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ കഥ കേട്ടിട്ട് ഇങ്ങനെ പോകരുത് പ്രിയാണ്. എന്താണ്, ഒരു ഭാഗം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ സമയത്ത് പിരീഡുള്ള സമയത്ത് പണ്ടുള്ളവർ മാറ്റി നിർത്തിയത് ഇതുകൊണ്ടാണ്. ഈ പിരീഡുള്ള സമയത്ത് ശരീരത്തിൽ കൂടുതൽ വിഷാംശങ്ങൾ കൂടുന്ന ഒരു സമയമാണ്. അതാണ് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത്. അപ്പം തനിക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥതകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂർവികന്മാർ 2-3 ദിവസം മാറി നിൽക്കാൻ തൊടുന്ന സാധനങ്ങളൊക്കെ വേറെയാക്കിയതും കിടക്കുന്ന മുറി വേറെയാക്കിയതും അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയത് പറയാണ്. ഇന്ന് നമ്മളത് സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മളത് വിട്ടു. ഇന്ന് നമ്മൾ പറയുന്നു ഇതൊക്കെ എന്താണ്, പഴയ ആളുകൾക്ക് സംസ്കാരമില്ലാതെ അവരെന്തൊക്കെയോ സ്ത്രീകളോട് വിവേചനം കാണിച്ചു. എന്നിട്ടിപ്പോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താ, പുരുഷന്മാരെക്കാളും മോശമാണോ, ഞങ്ങൾ സൂര്യനേക്കാളും ഉയർന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ മാറ്റി പറയാണ്. പിന്നെ അതല്ല, പണ്ടത്തെ പോലെ വീട്ടിൽ നാളില്ല. ഇന്ന് പീരീഡാന്ന് പറഞ്ഞ് പുറത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ശുദ്ധി അതൊക്കെ നമ്മൾ വിട്ടു. എന്നാലും കുറെ ആളുകൾ, ചില ആളുകൾ ഈ സമയത്ത് അമ്പലത്തിൽ പോലും പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് പറയാണ്. എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോഴും ആ സംസ്കാരത്തിലൊന്നും മാറ്റം വന്നില്ല. തമിഴ്നാട്ടിലൊക്കെ ഒരു വിധം മാറ്റം വന്നില്ല. എന്നാൽ അതിലൊക്കെ മാറ്റം വരുത്തിയ ആളുകളുണ്ട്. അപ്പൊ എന്താ ഇതിലൂടെയൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ ഇക്കാര്യത്തിൽ തീക്ഷ്ണ ബുദ്ധിയിലാണ് അവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് നേരിട്ട് അനുഭവപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ആയുർവേദ ഗാർഡനിൽ ഒരിക്കൽ പോകാനിട വന്നു, കോട്ടയ്ക്കലിന്റെ തോന്നുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം ഈ ഗാർഡൻ കാണാൻ ചെന്ന ദിവസം പെൺകുട്ടികളാണ്, ലോക്കൽ പെൺകുട്ടികളാണ് അവിടെ പുല്ല് പറിക്കാനും ചെടികളെ ട്രിം ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ ചില പെൺകുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരിങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അപ്പൊ ചോദിച്ചു എന്താ വരാഞ്ഞതെന്ന്. ഇപ്പൊ പറഞ്ഞു അവരൊക്കെ പീരീഡുള്ളവരൊന്നും ഞങ്ങൾക്ക് കയറ്റില്ല. അതെന്താന്ന് വെച്ചു, 50 മീറ്റർ ചുറ്റളവില് അങ്ങനെ പീരീഡുള്ള കുട്ടികൾ വന്നാൽ പല ചെടികളും ഉണങ്ങിപ്പോകുന്നു. ഇപ്പൊ നോക്കൂ, പിരിയുള്ള സ്ത്രീകൾ അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പല ചെടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവരുടെ ശരീരത്തിന് സാധിക്കുമെങ്കിൽ മനുഷ്യ ശരീരത്തിനെ സ്വാധീനിക്കില്ലേ? ഒരു ചോദ്യം അതാണ്. ഇനി വീണ്ടും നമ്മൾ കോട്ടയത്ത് പോയപ്പോൾ അവിടെ സപ്താഹ സമയത്ത് തന്നെ ഒരാള് മൾബറി ചെടി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകണ്ടായി. അവിടെയും പെൺകുട്ടികളാണ് ഈ മൾബറി ചെടികളെ ശുശ്രൂഷിക്കാൻ കൂടുതലുള്ള ഗ്രാമത്തിലുള്ള കുട്ടികൾ, വിദ്യാഭ്യാസം കൂടുതലില്ലാത്ത കുട്ടികൾ. അവിടെയും ചില കുട്ടികൾ അന്ന് വന്നിട്ടില്ല. അപ്പൊ പറയാണ് 100 മീറ്ററിലുള്ള മൾബറി ചെടിയിലുള്ള പട്ടുനൂൽ പുഴു ഇവരകത്ത് കയറിയാൽ പടഞ്ഞു മരിക്കും അത്രേ. അപ്പൊ നോക്കൂ, ഒരു പുഴുവിന് ഇവരുടെ ശരീരത്തെ സ്വാധീനിച്ച് ചാവാൻ പറ്റുമെങ്കിൽ മനുഷ്യ ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുമോ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ സത്യമാണെങ്കിൽ ഒരു റോസാപ്പൂവിന്റെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ആ പീരീഡുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ എതളുകൾ കൊഴിയുമെങ്കിൽ, തുളസി വാടിക്കരിയുമെങ്കിൽ മനുഷ്യ മനസ്സിനെയും സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് 2-3 ദിവസമൊക്കെ മാറി നിൽക്കാൻ വേണ്ടി പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ലോകം പുരോഗതിയിലേക്ക് പോകുമ്പോൾ
മൃഗത്തിന് മനസ്സുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ചെടികൾക്ക് മനസ്സുണ്ടെന്ന് കണ്ടെത്തിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ചെടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഒരു സ്ത്രീയുടെ ശരീരത്തിന് പറ്റുമെങ്കിൽ മനുഷ്യ മനസ്സിനെയും സ്വാധീനിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും അത് ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല പറയാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതീയ ആചാര്യന്മാര് ഇങ്ങനെയൊരു സംസ്കാരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? കഴിയുന്നതും നമ്മൾ ആ സമയത്ത് ഇടപാടുകൾ കുറച്ച് മാറി നിൽക്കാൻ സാധിച്ചാൽ നമ്മളായിട്ട് ആർക്കും ദ്രോഹം ഉണ്ടാക്കില്ല പറയാണ്. ഇങ്ങനെ ഈ ഭാഗം പറഞ്ഞ് വീണ്ടും ഇന്ദ്രൻ മുക്തനായെങ്കിലും ഇന്ദ്രൻ വിശ്വരൂപനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ വിശ്വരൂപന്റെ പിതാവ് തൊഷ്ടാവ് ഒരു യാഗം ചെയ്യാൻ നിശ്ചയിച്ചു. എന്താണ് യാഗത്തിന്റെ സങ്കല്പം? ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം. അങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് സങ്കല്പമെടുക്കാൻ വേണ്ടിയിട്ട് തീർത്ഥം, വെള്ളം, അരി, പൂവ് ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് ചൊല്ലുകയാണ്. ഇന്ദ്രശത്രോ വിവർദ്ധ്വസ്വ, ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ എനിക്ക് ഉണ്ടാവട്ടെ, വർദ്ധിക്കട്ടെ എന്ന് പറയുകയാണ്. പറയുന്ന സമയത്ത് നാവൊന്ന് പഴിച്ചുപോയി. ഇന്ദ്രനെ കൊല്ലാൻ പറ്റുന്ന പുത്രൻ വേണം എന്ന് പറയുന്നതിന് പകരം ഇന്ദ്രനാൽ കൊല്ലുന്നൊരു പുത്രൻ വേണമെന്നായിപ്പോയി. നാവ് പഴിച്ചാൽ പോയില്ലേ, അർത്ഥം മാറിക്കഴിഞ്ഞാൽ പോയില്ലേ. അതുകൊണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ, പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ. മകൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു ജോലിക്ക് പോവുകയാണ്, ഇന്റർവ്യൂവിന് പോവുകയാണ്. അപ്പൊ അമ്മയുടെ കയ്യിൽ ഒരു 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഒരു വഴിപാടൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വരൂ, മോശമാവരുത്, കാര്യമൊന്നും വിഘ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന്. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് മകൻ തിരിച്ചു വരുമ്പോൾ അമ്മ മുഖത്തേക്ക് നോക്കിയപ്പം തല താഴ്ത്തിയിട്ടാ വരുന്നത്. അപ്പം തന്നെ മനസ്സിലായി ശരിയായിട്ടില്ല കാര്യം എന്ന്. വന്നപ്പോൾ ചോദിച്ചു എന്താ ഉണ്ടായതെന്ന്. അമ്മ ഞാൻ തന്ന കാഴ്ച അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു. കൊടുത്തു. എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത്? നിനക്കൊന്നും ഉണ്ടാവരുതേന്ന് പ്രാർത്ഥിച്ചു. എന്നാ അതന്നെയാ സംഭവിച്ചത്, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ അവിടെ ചെന്നിട്ട് പാവം അമ്മ ഉദ്ദേശിച്ച ഒരു മുടക്കൊന്നും ഉണ്ടാവരുത്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതെന്നൊക്കെയാ പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം എന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരമ്മ ചെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പ എൻ്റെ മോൾക്ക് കുട്ടികളുണ്ടായിട്ട് കാലം കുറയിട്ടോ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം അവൾക്ക് എത്രയാണുള്ളത്, ഏതായാലും ഭഗവാനെ ഒരു കുഞ്ഞിക്കാല് അവൾക്ക് കാണിപ്പിച്ചു കൊടുക്കണേ, ഞാൻ ഒരു കൊല പഴം ഭഗവാനെ നേദിക്കാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് മകള് ഗർഭിണി. അമ്മയ്ക്കുണ്ടായൊരു സന്തോഷത്തിന് അതിരില്ല, അമ്മ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ മകള് പ്രസവിച്ചു നോക്കുമ്പോൾ ഒരു കാലമായിട്ടാണ് പ്രസവിച്ചു വരുന്നത്. ഇതൊക്കെ തമാശയാണെങ്കിലും കാര്യമുണ്ട് പ്രിയണതിനാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, വെറുതെ ഓരോന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോ ഇങ്ങനെ ഇന്ദ്രശത്രോ വിവർദ്ധ്വസ്വ എന്ന മന്ത്രം ചൊല്ലിയതും ഭീമാകാരമായൊരു രൂപം പ്രകടമായി. അവന് പേരിട്ടു വൃത്രൻ എന്ന് പേരിട്ടു. അവനതാ നേരെ അസുരന്മാരെ കൊല്ലാനായിട്ട് പുറപ്പെടുകയാണ്. ഒരു വശത്ത് ഇന്ദ്രന്റെ, ഒരു വശത്ത് അസുരന്മാരെ നേതൃത്വം കൊടുത്തുകൊണ്ട് വൃത്രൻ. അപ്പോഴേക്കും ഇന്ദ്രന് പേടിയായി, തന്നെ കൊല്ലാൻ ഒരുത്തം വന്നിട്ടുണ്ടെന്ന്. വീണ്ടും ഓടി ബ്രഹ്മാവിന്റെ അടുത്ത്. ഇനിയിപ്പം അതിനുള്ള പരിഹാരം അറിയില്ല. ഉടനെ ചോദിച്ചു, എന്താ ഇന്ദ്ര നീ ഇപ്പൊ കുരുത്തക്കേട് ചെയ്തതെന്ന്. ഇപ്പൊ ഞാൻ അതിലും വലിയ കുരുത്തക്കേടാ ചെയ്തത്, നേരത്തെ ഗുരുവിനെ അപമാനിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴെന്താ ചെയ്തതെന്ന്. അയാളുടെ തല വെട്ടിയെന്ന്. കേട്ടായി നീ ചെയ്തത്, ഇനിയിപ്പോ ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചു. ഇപ്പൊ എനിക്കറിയില്ല ഇതിന് പരിഹാരം, ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് പാലാഴി തീരത്തി എന്ന് സ്തുതിച്ചു. ഭഗവാൻ പ്രകടമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്ദ്ര ഇതിൽ നിന്ന് മുക്തമാവാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. അതെന്താണ്? ദദീജി എന്ന് പറഞ്ഞൊരു മഹർഷി തപസ്സിയുണ്ട്, അയാളുടെ നട്ടല് മേടിക്കണമെന്ന്. ഇന്ദ്രൻ അപ്പോഴേ ഞെട്ടി. ഇവിടെ 1-2 കാര്യം കഴിഞ്ഞു കിടക്കുക, ഇനിയിപ്പോ ഇയാളുടെ നട്ടല് മേടിച്ചിട്ട് ഇനി എന്തൊക്കെയാ കുഴപ്പമുണ്ടാവുക. ഏതായാലും ഭഗവാൻ പറഞ്ഞതല്ല പരിഹാരമില്ല. അങ്ങനെ ദദീജി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചപ്പോൾ ചോദിച്ചു, എന്താ ഇന്ദ്ര വേണ്ടതെന്ന്. ചെറിയൊരു സഹായം ചെയ്യണം അവിടെ നിന്ന്. പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവിടുത്തെ ആ നട്ടല്ലൊന്നും ഇങ്ങോട്ട് തന്നാ തിരക്കടില്ല എന്ന്. ഇന്ദ്ര ആരെങ്കിലും ഇങ്ങനത്തെയൊക്കെ ചോദിക്കുമെന്ന്. അതല്ലേ ആരും ചോദിക്കാത്തത് ഞാൻ ചോദിച്ചത്. അങ്ങയ്ക്കാണെങ്കിൽ 99 വയസ്സായി, ഇനിയിപ്പോൾ അതുകൊണ്ട് അങ്ങയ്ക്കൊരു ഉപകാരമില്ല. എനിക്കാണെങ്കിൽ അത് കിട്ടിയാൽ അസുരന്മാരെ നേരിടുകയും ചെയ്യാം. അവസാനം ഇന്ദ്രന് നട്ടല് കൊടുത്ത് ദദീജി മഹർഷി പോയി. അത് വിശ്വകർമാവിനെ ഏൽപ്പിച്ച് അതിനെ വജ്രായുധമാക്കി മാറ്റി ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാര്. അങ്ങനെ മുഖാമുഖം അവർ യുദ്ധത്തിന് വന്നപ്പോ അവിടെ വെച്ച് അസുരന്മാര് വജ്രായുധം കണ്ട് പേടിച്ചോടിയപ്പോൾ വൃത്രാസുരൻ അവരെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ട് പറഞ്ഞു, മരണം സുനിശ്ചിതമാണ്, ധീരരായിട്ട് നിങ്ങൾ മരിക്കുമെന്ന്. പക്ഷെ അതൊന്നും അവർ കേട്ടില്ല. അതിനുശേഷം ഐരാവതത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഐരാവതത്തിനെ തന്റെ മുഷ്ടി ചുരുട്ടി ആഞ്ഞോങ്ങി ഒരൊറ്റ പ്രഹരം വെച്ചു കൊടുത്തു. ഐരാവതം തിരിഞ്ഞുപോയി എന്നാണ്. ഇന്ദ്രനാണെങ്കിലോ തന്റെ കയ്യിൽ നിന്ന് വജ്രായുധം തെറിച്ചു വീഴാൻ തുടങ്ങി. ആ സമയത്ത് ഇന്ദ്രൻ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും വൃത്രാസുരൻ വജ്രായുധം എടുത്ത് തന്റെ നേരെ പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് ആ വൃത്രൻ
ചെയ്യുന്നൊരു കാര്യം കണ്ട് ഇന്ദ്രൻ പോലും നമസ്കരിച്ചു പോയി. ഇന്ദ്രനെ അടുത്തേക്ക് വൃത്രാസുരൻ വജ്രായുധം കൊണ്ടുവന്നിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു മോഹവുമില്ല, എനിക്ക് നിന്റെ സ്വർഗവും വേണ്ട, ഒരു ഭോഗവും വേണ്ട. ഞാൻ വാസ്തവത്തിൽ ഈശ്വര പ്രേമത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഈ ശരീരം എനിക്ക് ഈശ്വരപ്രാപ്തിക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് നീ വെട്ടിമുറിച്ച് തന്നാൽ എനിക്ക് വലിയ ഭാഗ്യയിരിക്കുന്നു. ഇന്ദ്രനോട് വിശ്വസിക്കാൻ പറ്റും. എന്താ ഈ കാണുന്നത്? ഒരു അസുരൻ പറയേ ഈശ്വരപ്രാപ്തിയിലേക്ക് എന്റെ മനസ്സ് നിറഞ്ഞിരിക്കണമെന്ന്. ആ സമയത്ത് വൃത്രാസുരൻ പറയാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അഹം ഹരേ തവ പാദേകമൂല ദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേദാസുപദേ ഗുണംസേ ക്നീതവാക്കർമ്മ കരോതുകായ നാഗപൃഷ്ടം ന ജപാരമിഷ്ട്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. എനിക്ക് യോഗസിദ്ധികൾ വേണ്ട, മോക്ഷം വേണ്ട, എനിക്കിതൊന്നും മോഹമില്ല. എനിക്ക് വേണ്ടത് എന്റെ മനസ്സ് മുഴുവൻ ഭഗവാനിലേക്ക് ഉയർന്നിരിക്കുന്നു. ഞാനോ അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസൻ, ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ദാസന്റെ ദാസനായിട്ട് ഞാൻ നിൽക്കുന്നു. ഞാൻ ആ വിനയത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഈ ശരീരത്തെ ഒന്ന് വെട്ടിമുറിച്ചു തരൂ. എന്റെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അജാതപക്ഷായിവമാപരം ഗഗ സ്തന്യം യഥാ വത്സവരാച്യുതാർത്ത പ്രിയം പ്രിയൈവ വിശദം വിഷന്നോ മനോരവിന്ദാക്ഷതേ ത്വാം. ഒരു പക്ഷിക്കുഞ്ഞ്, ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞ് സന്ധ്യയാവുമ്പോ ആ അച്ഛനെയും അമ്മയെയും ഒക്കെ വിശപ്പുകൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. ഒരു പശുക്കുട്ടി വിശന്നുകൊണ്ട് ദാഹിച്ചുകൊണ്ട് സന്ധ്യാസമയമായിട്ടും ആ തള്ള വരാത്ത സമയത്ത് ആ പശുത്തള്ളയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. ഒരു പെൺകുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യാസമയമായിട്ടും ഭർത്താവ് വീട്ടിലെത്താതിരിക്കുമ്പോൾ ആ സ്നേഹത്താൽ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. അതുപോലെ എന്റെ മനസ്സ് ദാഹിക്കുന്നു, കൊതിക്കുന്നു, വിശക്കുന്നു, സ്നേഹത്താൽ അടുക്കാൻ കൊതിക്കുന്നു. ആരിലേക്ക്? മനോ അരവിന്ദാക്ഷ ധൃതിക്ഷതേ ത്വം. അരവിന്ദാക്ഷനിലേക്ക് ചേരാൻ കൊതിക്കുകയാണ്. എന്റെ മനസ്സിൽ ആ തീവ്രമായ വികാരം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഇന്ദ്ര, എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ. എന്താ പ്രാർത്ഥന? മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്സു കർമ്മവി സ്വമായാത്മാത്മജദാരഗേഹേഷു ആസക്തദിക്തസ്യ നനാഥ ഭൂയൽ. മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം. നല്ലത് ചിന്തിക്കുന്ന, നല്ലതിലേക്ക് മനസ്സുയർത്തുന്ന, മനസ്സിന് ധൈര്യം തരുന്ന, മനസ്സിന് പ്രചോദനം തരുന്ന, മനസ്സിന് ഉണർവ് തരുന്ന അങ്ങനെയുള്ള ആളുകളുമായിട്ട് മാത്രമേ സഖ്യം, എനിക്ക് സഖ്യമുണ്ടാവാൻ പാടുള്ളൂ. കേവലം വീട്, ഭാര്യ, മക്കള്, ഇങ്ങനെയുള്ള വിഷമങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ് തളർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുമായി നാഥഭൂയൽ ഒരിക്കലും എനിക്ക് ബന്ധമുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇന്ദ്ര, എനിക്ക് നിന്റെ സ്വർഗപദവി വേണ്ട, എനിക്കെന്തിന് ബ്രഹ്മാവിന്റെ പദവി വേണ്ട, ഒരു സ്വർഗീയ സുഖങ്ങളും വേണ്ട. ഞാൻ അത്യന്തം ഭഗവത് പ്രേമത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ആ ഒരു നിമിഷം ഇന്ദ്രനുണ്ടോ കൊല്ലാൻ പറ്റുന്നു? ഇന്ദ്രൻ ഇങ്ങനെ കൈകൂപ്പി നിന്നു. ഒരു ഗുരുവിനെ കൊന്നതിന്റെ കുഴപ്പം ഞാൻ അനുഭവിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഇവൻ അതിനേക്കാളും വലിയ ഗുരുവായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവനെ കൊന്നാൽ എന്തൊക്കെയാ കുഴപ്പമുണ്ടാവുക എന്നറിയില്ല. നേരത്തെ 4 പേരെങ്കിലും വാങ്ങിച്ച തൽക്കാലം ഞാൻ ബ്രഹ്മഹത്യാപാദത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ആരാ മേടിക്കാൻ ഒരോറപ്പുമില്ല. ഇന്ദ്രൻ കൊല്ലാതെ അങ്ങനെ നിന്നപ്പോ ആ ഇന്ദ്രന് എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു വൃത്തനെ നമുക്ക് 12ാമത്തെ അധ്യായത്തിൽ കാണാം. പറഞ്ഞു, ഇന്ദ്ര, നീയല്ല എന്നെ കൊല്ലുന്നത്, കാലം നിന്നെ എന്നെ കൊല്ലാൻ നിയോഗിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നീ ഒരു നിമിത്തമാണ്, ഇൻസ്ട്രുമെന്റാണ്. ഇത് നല്ല ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. വിവാഹം കഴിക്കുമ്പോഴും, കുട്ടികൾ ഉണ്ടാവുമ്പോഴും, കുട്ടികളില്ലെങ്കിലും, വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും, എന്തൊക്കെ അനുഭവം വന്നാലും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോവാൻ ഈശ്വരൻ നമ്മെ ഒരു ചെസ് ബോർഡിലെ ഒരു കരു എന്ന പോലെ നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. നാം നമ്മുടെ റോൾ അഭിനയിച്ച് മാറി നിൽക്കാൻ പരിശീലിക്കണം. ബന്ധങ്ങൾ ഉണ്ടാക്കണം, ബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സമ്മതിക്കരുത്. ബന്ധനം ഭഗവാനുമായിട്ട് മാത്രമേ അനുവദിക്കാവൂ പറയാണ്. മറ്റൊന്നുമായിട്ട്
സമ്മതിക്കരുത് മനസ്സിനെ പറയണം. കാരണം ഈ മനസ്സ് വന്നതും ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്. പിന്നെ ആരായിട്ട് ബന്ധനമുണ്ടാക്കിയിട്ട് എന്ത് കാര്യമുണ്ട്? അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിച്ച് ഭഗവാനുമായിട്ട് ബന്ധനമുണ്ടാക്കാൻ സാധിച്ചാൽ ബന്ധങ്ങളൊന്നും നമുക്ക് തലവേദനകൾ ഉണ്ടാക്കില്ല. അല്ലെങ്കിലോ ഇതിനെക്കുറിച്ച് നാം ദുഃഖിക്കും. അയ്യോ, ഇനിയിപ്പോൾ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കുട്ടികളില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ഒരു ചിത്രകേതുവിന്റെ കഥയിലേക്കാണ് കിടക്കുന്നത്. ചിലരാണെങ്കിലോ കുട്ടികൾ ഉണ്ടായിട്ട് അവർ നേരെയായിട്ടില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ, അല്ലെങ്കിൽ ഭർത്താവ് പോയി എന്നുള്ള ദുഃഖത്തിൽ, ഭർത്താവ് വന്നു എന്നുള്ള ദുഃഖത്തിൽ ചിലർക്ക്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനെന്താ പരിഹാരമുള്ളത്? മയ്യാസക്തമനഃപാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ. ഭഗവാനിൽ മനസ്സിനെ കെട്ടിയിടുക. ഒരു പശുവിനെ കെട്ടിയിടുന്ന കുറ്റി പോലെ മനസ്സെപ്പോഴും ഭഗവാനാകുന്ന കുറ്റിയിൽ അങ്ങോട്ട് കെട്ടിയിട്ടേക്കുക. ആര് വന്നു, ആര് വന്നില്ലേ, ആര് കണ്ടു, കണ്ടില്ലേ, ഞാൻ എന്റെ നിയോഗത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ആ കൃതാർത്ഥതയിൽ ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. അതുകൊണ്ട് കാലയേവ കാരണം, കാലം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ഏത് കുലത്തിൽ ജനിക്കണം, ആണായിട്ട് ജനിക്കണോ, പെണ്ണായിട്ട് ജനിക്കണോ, ആരെ വിവാഹം കഴിക്കണം, എങ്ങനെ ജീവിതം നയിക്കണം, ഇതൊക്കെ കാലം നിയോഗിച്ചു കഴിഞ്ഞു. ഇനി അതിനെ മാറ്റാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷമായി ജീവിക്കണോ, ദുഃഖിച്ച് ജീവിക്കണോ, ചോയ്സ് ഈസ് അവേഴ്സ്, നമ്മുടേതാണ്. എങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. ദുഃഖിക്കണോ, ദുഃഖിച്ച് ജീവിച്ചോളൂ. 5 ഭർത്താക്കന്മാരെ മാനേജ് ചെയ്ത് ദുഃഖിക്കാതിരുന്നവളാണ് പാഞ്ചാലി. എന്നിട്ട് നമുക്ക് ഒരു ഭർത്താവിനെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? മനസ്സിലായില്ലേ? 16,008 ഭാര്യമാരെ മാനേജ് ചെയ്ത ഒരാളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്നിട്ട് ഒരു ഭാര്യയെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ? 16,008 ഭാര്യമാരിൽ 10 കുട്ടികൾ. ഒന്ന് കണക്കൂട്ടി നോക്കൂ. ഇപ്പം വേണ്ട, വീട്ടിൽ ചെന്ന് കൂട്ടിയാൽ മതി. അവരൊക്കെ മാനേജ് ചെയ്ത ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമുക്ക് 2 എണ്ണത്തിന് മാനേജ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാലോ എത്ര വിഷമമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സ്വാമി നിങ്ങൾക്ക് പറയാൻ കല്യാണം കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ എന്ന്. കല്യാണം കഴിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല. എന്താ അത്ഭുതമില്ല എന്ന് പറയാൻ കാരണം ഇത് തന്നെ നമ്മുടെ സ്വഭാവം തന്നെ എവിടെ പോയാലും ഉണ്ടാവുള്ളൂ. ഒരാള് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, നീ എനിക്കൊരു ശൂരനായിട്ടുള്ളൊരു നായയെ കൊണ്ടുവരണമെന്ന്. നല്ല കടിക്കുന്ന സ്വഭാവമുള്ളൊരു നായയെ, നല്ല ആരോഗ്യമുള്ളൊരു നായയെ കൊണ്ടുവരണം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം, നീ കൊണ്ടുവരണമെന്ന്. അങ്ങനെ സുഹൃത്ത് കുറച്ചു കാലത്തിന് ശേഷം ഒരു ചാവാലി പട്ടിയെ കൊണ്ടുകൊടുത്തു ഇയാൾക്ക്. എല്ലും തോലും ആയിരിക്കുന്ന ഒരു പട്ടിയെ. പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ല നല്ല ശൂരനായിട്ടുള്ള ആരോഗ്യമുള്ള പട്ടിയെ കൊണ്ടുവരുന്നിട്ട് എന്താ ഈ ചാവാലിയായിട്ടുള്ള സാധനത്തിനെ നീ വലിച്ചു കൊണ്ടുവന്നിരിക്കണമെന്ന്. ഉടനെ ഇവൻ പറയാണ്, സുഹൃത്ത് പറയാണ്, ഏത് ചാവാലിയായ പട്ടിയായാലും ശരി, നീയുമായിട്ട് ചേർന്നാൽ അവൻ കടിക്കല്ല, ആളെ കൊല്ലുന്നു പോലും എനിക്കറിയാം. കാരണം നിന്റെ സ്വഭാവം അവനെ കിട്ടും വേഗം. എവിടെയൊക്കെ നമ്മൾ പോയാലും എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതങ്ങനെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട. അതുകൊണ്ട് കാലം നിശ്ചയിച്ചതിനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കടന്നു പോകണം. അതിനെന്ത് വേണം? അത് മാനേജ് ചെയ്യാൻ അറിയണം. എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടത് അതും പറഞ്ഞു കൊടുക്കുകയാണ്. തസ്മാദകീർത്തിയശോജയാപജയോരപി സമസ്യാൽ സുഖദുഃഖാഭ്യം മൃത്യു ജീവിതയസ്തഥാ. ജീവിതത്തിൽ എപ്പോഴും വൈരുദ്ധ്യമായ അനുഭവങ്ങൾ ഉണ്ടാവും. നാം സുഖമെന്ന് വിചാരിക്കുന്നത് പിന്നീട് ദുഃഖത്തിലേക്ക് നിറയും. നാം ദുഃഖമെന്ന് വിചാരിക്കുന്നത് പിന്നെ സുഖത്തേക്ക് തിരിയും. അങ്ങനെ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേ പറ്റുള്ളൂ. ഞാൻ ബോംബെയിൽ അന്തേരി പറയുന്ന സ്ഥലത്ത് സപ്താഹം നടത്തുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു അമ്മയുടെ മകളുടെ കല്യാണം നടക്കാൻ വളരെ വളരെ പ്രയാസപ്പെട്ടു. എന്തോ ഭാഗ്യവശാൽ പെട്ടെന്ന് അവർക്കൊരു പ്രപ്പോസലൊക്കെ ശരിയായി. ഇപ്പൊ രുക്മിണി സ്വയംവരത്തിന് അവർക്ക് വലിയ മോഹം. അവർക്ക് എന്താണ്, തന്റെ മരുമകളെ കൊണ്ട് ബോംബെയിൽ പിന്നെ അതൊക്കെ സാധിക്കും. രുക്മിണി എടുപ്പിക്കണം. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ ചെയ്തോട്ടെ സ്വാമി. ഞാൻ പറഞ്ഞു സമ്മതിച്ചു, നിങ്ങൾ ആ കമ്മിറ്റിക്കാരോട് സംസാരിക്കും, ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആനന്ദത്തിന്റെ ഉത്സവത്തിലാണ്. ഒരു മകനേ ഉള്ളൂ, കല്യാണം കഴിക്കുന്നതോ അതും കോടീശ്വരിയായിട്ടുള്ളൊരു പെൺകുട്ടി. അങ്ങനെ ആനന്ദം. എനിക്ക് കസവിന്റെ മുണ്ടൊക്കെ തന്നു. പൊതുവെ ഞാൻ ഉടുക്കാത്ത സാധനങ്ങളാണ്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ തന്ന് അങ്ങനെ ആ ഒരു സന്തോഷത്തിന്റെ തിമിർപ്പിൽ അവരിയ്ക്കുമ്പോൾ രാത്രി അവരെനിക്ക് ഫോൺ ചെയ്തു, ഞാൻ സ്വാമി ഇന്ന് രാത്രി പോവാണ്, എൻ്റെ അമ്മ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ സന്തോഷത്തിന്റെ ഇടയിൽ ഒരു ദുഃഖം കടന്നു വരുന്നത് നമ്മളാരും അറിയുന്നില്ല. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. സുഖമുണ്ടോ പുറകിൽ അവൻ കടന്നു വരുന്നവരെയാണ്. ദുഃഖമുണ്ടോ പുറകിൽ മറ്റൊരു സന്തോഷം കടന്നു വന്നേ പറ്റുള്ളൂ. ഇത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം? സമസ്യാത്. നല്ലത് നടക്കുമ്പോഴും മനസ്സിനോട് പറയാ, വലിയ അഹങ്കാരമൊന്നും വേണ്ട, ഇനി കുറച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരുന്നു. ദുഃഖിക്കുമ്പോഴും മനസ്സിനോട്, ദുഃഖം വരുമ്പോഴും മനസ്സിനോട് പറയാ, ദുഃഖിക്കേണ്ട, ഇതും കുറച്ചു കഴിഞ്ഞാൽ മാറുന്നു.
ചിന്മയാനന്ദ സ്വാമികൾ ചില വാക്കുകളൊക്കെ പറയുന്നത് ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യും. അദ്ദേഹം ഈ തരത്തിൽ പറയുന്നൊരു സെന്റൻസാണ്, എപ്പോഴും ജീവിതത്തിൽ ദുഃഖവും വിഷമവും വരുമ്പോൾ മനസ്സിൽ പറയാ, ഈവൻ ദിസ് വിൽ പാസ് അവേ എന്ന്. ഇതും ഒരു ഒഴുക്ക് പോലെയാണ്, പാസ് ചെയ്യും. അതുകൊണ്ട് ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ മനസ്സിനെ അഭ്യസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ദ്ര, നിനക്ക് എന്നെ കൊന്നതിൽ കുറ്റബോധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ കൊല്ലാൻ പ്രേരിപ്പിക്കുമ്പോൾ അത്ഭുതങ്ങളിൽ അത്ഭുതമായിരിക്കാം. ഇന്ദ്രൻ ദേവന്മാരുടെ അധിപതിയാണ്. അവിടെ വെച്ച് ഐരാവതത്തിന്റെ മുകളിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന വൃത്രാസുരനെ തൊഴുതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഭാഗ്യവാനാണ്, നീ അനുഗ്രഹീതനാണ്. അഹോ ദാനവസിദ്ധ്യോസി യസ്യതേ മതിരീദൃശേ ഭക്ത സർവാത്മനാത്മാനം സുഹൃതം ജഗദീശ്വരം. നീ ഭാഗ്യവാനാണ്, അനുഗ്രഹീതനാണ്, ധന്യനാണ്. കാരണം ഈശ്വരൻ നിനക്ക് സുഹൃത്തായി തീർന്നിരിക്കുന്നു. നിനക്ക് മറ്റൊന്നും വലുതായി തോന്നിയിട്ടില്ല, നിനക്ക് മറ്റൊന്നും പ്രിയമായി തോന്നിയിട്ടില്ല. ഇതിൽ ആശ്ചര്യം തോന്നുന്നു. കാരണം ഖല്ലിതം മഹദാശ്ചര്യം യദരജത്തം പ്രകൃതിസ്തവ വാസുദേവേ ഭഗവതി സത്വാത്മനി ദൃഢാമതി. നിന്റെ മനസ്സ് ഭഗവാൻ വാസുദേവനിൽ ദൃഢമായി തീർന്നിരിക്കുന്നു. നീയും ഞാനും തമ്മിലൊരു വ്യത്യാസമുണ്ട് വൃത്ര. അതെന്താ വ്യത്യാസം? നീ അമൃതമാകുന്ന സാഗരത്തിൽ നീന്തി സന്തോഷിക്കുമ്പോൾ ഞാനുണ്ടല്ലോ, എന്റെ സ്വർഗപദവി എന്നത് ഓടയിലെ ചാലുവെള്ളത്തിലെ പുഴുവിന്റെ സുഖം പോലെയാണ് എന്റെ സുഖം. നീ എന്നേക്കാളും എത്രയോ ഉത്കൃഷ്ടനായി തീർന്നിരിക്കുന്നു. യസ്യ ഭക്തിർ ഭഗവതി ഹരോ നിശ്രേയസേശ്വരേ വിക്രീഡിതമൃതാംബോധോ കിം ക്ഷുദ്രേ ഘാതകോദകൈ. എന്റെ സുഖം എന്ന് പറയുന്നത് ഓടവെള്ളത്തിലെ പുഴുവിന്റെ സുഖമാണ്. നിന്റെ സുഖമെന്ന് പറയുന്നത് അമൃതമാകുന്ന സാഗരത്തിലെ ആനന്ദ ഉത്സവമാണ്. ഞാനും നീയും എത്രയോ ദൂരെയാണ്. നീ എന്നേക്കാളും വലിയൊരു മഹാത്മാവാണ്, ധന്യനാണ്, കൃതാർത്ഥനാണ് എന്ന് പറഞ്ഞ് വൃത്രാസുരനെ നമസ്കരിക്കുന്നു ദേവാദിദേവനായ ഇന്ദ്രൻ. എന്തുകൊണ്ടാണ് നമസ്കരിച്ചത്? വൃത്രൻ അസുരനായതുകൊണ്ടാണോ? അല്ല. വൃത്രന്റെ ശക്തി കണ്ട് പേടിച്ചിട്ടാണോ? അല്ല. വൃത്രന്റെ ഭക്തിയുടെ മുന്നിൽ ഇന്ദ്രൻ പോലും നമസ്കരിച്ചു എന്നാണ്. എവിടെ ഭക്തിയുണ്ടോ അവിടെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഭക്തിയിലാണ് ശക്തിയിരിക്കുന്നത്. അധികാരത്തിലോ പണത്തിലോ പ്രതാപത്തിലോ ബന്ധുക്കളിലോ ഒന്നുമല്ല. ഇത് വീണ്ടും നമുക്ക് കാണിച്ചു തരും. പ്രഹ്ലാദനെ ഇന്ദ്രൻ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ആ സമയത്ത് നാരദ മഹർഷി പറയും, അയ്യോ, ആ കുട്ടി, ഉള്ളിലിരിക്കുന്ന കുട്ടി അസുരനാണ്, എങ്കിലും ആ കുട്ടി ശരിക്കും അസുര സംസ്കാരമുള്ളവനല്ല, ഭക്തോത്തമനാണെന്ന് പറയുമ്പോൾ ആ കാണാത്ത കുട്ടിയെ ഇന്ദ്രൻ തൊഴുതുകൊണ്ടു പോകുന്ന ഒരു രംഗം ഇനി നമ്മൾ കാണാൻ പോകുന്നു. ഇപ്രകാരം പിന്നീട് വൃത്രാസുരൻ പറഞ്ഞു, നീ നിയോഗത്താൽ എന്നെ കൊല്ലാൻ വന്നവനാണ്, അതുകൊണ്ട് എന്നെ വെട്ടിക്കൊന്നാലും എന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കൈകളും മറ്റും മറുത്ത അവസാനം വയറ് കീറുമ്പോൾ ഒരു ഉഗ്രമായ തേജസ് ആകാശത്തിലേക്ക് പൊങ്ങുന്ന സമയത്ത് ഭാഗവതം പറയുന്നു, ഒരു അസുരൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പുഷ്പവൃഷ്ടി നടന്നു എന്നാണ്. കാരണം ആ അസുരൻ അസുരനായിട്ടല്ല പോയിരിക്കുന്നത്, വലിയ ഭാഗവതോത്തമനായി തീർന്നിട്ടാണ് പോയത്. ഇത് കേട്ടപ്പോ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത്ത രാജാവ് ചോദിക്കുകയാണ്, ആരാണ് ഈ വൃത്രൻ? ഇത്ര ഭക്തിയുള്ള ഒരു അസുരനായി എങ്ങനെയാൾ വന്നു എന്ന കഥ ചോദിച്ചപ്പോ ഞാനതിനെ ചുരുക്കി പറയുകയാണ്, സമയം കുറവായതുകൊണ്ട്. പറഞ്ഞു, ഇദ്ദേഹം ശൂരസേന രാജ്യത്തിലെ ചിത്രകേതു എന്ന് പറയുന്ന രാജാവായിരുന്നു. ഇദ്ദേഹത്തിന് 2-3 ഭാര്യമാരുണ്ടായിരുന്നു. ഭാഗവതം ഒന്നുകൂടി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നുണ്ട് 10,000 ഭാര്യമാരുണ്ടെന്ന്. അത് സാധ്യമല്ല. എന്തായാലും ഒരു 3 ഭാര്യമാരെ മിനിമം വെക്കുക നമുക്ക്. ഇപ്രകാരം ഈ ഭാര്യമാരിലൊക്കെ അദ്ദേഹം സുഖവും സന്തോഷവും അനുഭവിച്ച് രമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു ദുഃഖം ഇദ്ദേഹത്തെ വേട്ടയാടി. എന്താണത്? പുത്രന്മാരില്ല എന്നുള്ള ദുഃഖം. അങ്ങനെയാണല്ലോ ചിലർക്ക് കുട്ടികൾ ഉണ്ടായല്ലോ എന്നുള്ള ദുഃഖം, ചിലർക്ക് കുട്ടികൾ ഇല്ലായല്ലോ എന്നുള്ള ദുഃഖം, ചിലർക്ക് കുട്ടികൾ നേരെയായില്ലല്ലോ എന്നുള്ള ദുഃഖം, ചിലർ കുട്ടികൾ നേരെയായിട്ട് നമ്മളെ നോക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖമില്ലാത്തവരായിട്ട് ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ചില ദുഃഖങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളില്ല എന്നുള്ള ദുഃഖം വന്നപ്പോൾ നാരദ മഹർഷിയോടും മറ്റും പറഞ്ഞു, അയ്യോ കുട്ടികളില്ലല്ലോ എന്ന് പറഞ്ഞു. 7 ജന്മങ്ങളിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. ഇത് കേട്ടപ്പോൾ ഭയങ്കര ദുഃഖം വന്നു. എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കണ്ട, കുട്ടികൾ ഉണ്ടാവാൻ വല്ല മാർഗവും പറഞ്ഞു തരണം. അവസാനം നിർബന്ധിപ്പിച്ചപ്പോൾ ഒരു യാഗം ചെയ്ത് പായസം വരുത്തി. പായസം വന്ന് പായസം ഏത് ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് അപ്പോഴേ കൺഫ്യൂഷൻ വന്നു. പങ്കുവെക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
തോന്നി മൂത്ത ഭാര്യയ്ക്ക്, അതായത് ആദ്യത്തെ ഭാര്യ പട്ടമഹിഷിക്ക് കൊടുക്കാന്ന്. പട്ടമഹിഷിക്ക് പായസം കൊടുത്തു, ഗർഭിണിയായി. രാജാവിനുണ്ടായൊരു സന്തോഷത്തിന് അതിരില്ല. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു, അതുപോലെ വസ്ത്രദാനം ചെയ്യുന്നു, പ്രജകൾക്ക് അന്നദാനം ചെയ്യുന്നു, പലതും ചെയ്ത് സന്തോഷത്തിന്റെ ഉത്സവത്തിൽ എന്നും പട്ടമഹിഷിയുടെ വീട്ടിൽ പോകും, കുട്ടിയെ ലാളിക്കും, അങ്ങനെ എടുത്തൊക്കെ കൊണ്ടു നടക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. രാജാവ് മറ്റേ ഭാര്യമാരെയൊക്കെ മറക്കാൻ തുടങ്ങി, അങ്ങോട്ടൊന്നും പോവാതെയും. അപ്പൊ അവർക്ക് കണ്ണുകടി, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, നമ്മുടെയും കൂടി ഭർത്താവാണല്ലോ, അവളിപ്പം പ്രസവിച്ചു എന്ന് വിചാരിച്ചിട്ട് അവളുടെ മാത്രം ഭർത്താവില്ലല്ലോ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. അവർ പോളിറ്റ് ബ്യൂറോ കൂടി, എന്ന് വെച്ചാൽ അവരുടെ മീറ്റിംഗ് കൂടി, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന്. എന്താ പരിഹാരം? അവസാനം അവർ കണ്ടെത്തി, ഇതിനുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതെന്താണ്? കുട്ടിയെ തട്ടുക. എന്നാ പിന്നെ രാജാവ് നമ്മളെടുത്ത് വരുന്നു. അങ്ങനെ ഘോരമായ വിഷം കലക്കി ആ കുട്ടിക്ക് കൊണ്ടുകൊടുത്തു. കുട്ടി അതിനെ കുടിക്കുകയും ചെയ്തു. കുട്ടി നീല നിറം വന്ന് മലർന്നടിച്ച് വീണ് മരിച്ചു. ആ കുട്ടിയുടെ ശവശരീരം കണ്ട് പൊട്ടി കരഞ്ഞു ഭാര്യ. രാജാവും ഉത്സാഹിച്ചു, നിലത്തൊക്കെ ഉരുണ്ട് മറഞ്ഞ് കരയാണ്. അപ്പം മറ്റേ ഭാര്യമാർക്കും തോന്നി കരച്ചിൽ മോശമാക്കരുതെന്ന്. അവരും വന്ന് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. എല്ലാവരും ഉത്സാഹിച്ചു കരയാൻ. അങ്ങനെ ആർപ്പും വിളിയും ബഹളമായിട്ട് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. ചോദിച്ചു, രാജൻ എന്തിനാ കരയുന്നത് എന്ന്. അങ്ങയുടെ കുട്ടിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ദുഃഖിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന്. അതൊന്നും കേട്ടിട്ട് ബോധ്യം വന്നില്ല. നാരദ മഹർഷി തന്റെ യോഗശക്തി കൊണ്ട് കുട്ടിയെ വരുത്തി, ആ ജീവനെ വരുത്തിയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ, അതിമനോഹരമായൊരു ഭാഗം. നമ്മളെ സമയം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗം നോക്കാമായിരുന്നു. ഭാഗവതത്തിൽ 16-ാം അധ്യായത്തിൽ ജീവ ഉവാച എന്നിട്ടൊരു ഭാഗമുണ്ട്. ആ ജീവനോട് പറയാണ്, നോക്കൂ ജീവൻ, ഇത് നിന്റെ ശരീരമാണ്, നീ യുവരാജാവാൻ പോകേണ്ടവനാണ്, എല്ലാ സൗഭാഗ്യങ്ങളും നിന്നെ കാത്തിരിക്കുന്നു. നോക്കൂ നിന്റെ അച്ഛൻ കരയുന്നത്, നിന്റെ അമ്മ കരയുന്നത്, എന്തുകൊണ്ട് നിനക്ക് ആ ശരീരത്തിലൂടെ കയറിക്കൂടാന്ന്. ഇത് കേട്ടപ്പോൾ ജീവൻ ചോദിക്കുകയാണ്, ഏത് ശരീരമാണ് നാരദ മഹർഷി? ഞാൻ എത്രയോ അച്ഛനെ കണ്ടു, എത്രയോ അമ്മയെ കണ്ടു, എത്രയോ പേർക്ക് ഞാൻ അച്ഛനായി, എത്രയോ പേർക്ക് ഞാൻ അമ്മയായി. ഇവരിപ്പോ കരയുന്നത് എന്നെക്കുറിച്ചല്ല, ശരീരത്തെക്കുറിച്ചാണ്. ഒരാളുടെ കയ്യിൽ പണം ഇരിക്കുമ്പോൾ, ആ നോട്ട് അവരുടെ കയ്യിലിരിക്കുമ്പോൾ അവർ പറയും എന്റെ നോട്ടെന്ന്. അത് അവരുടെ കയ്യിൽ നിന്നും വേറൊരാളുടെ കയ്യിൽ പോകുമ്പം അവർ പറയും എന്റെ നോട്ടെന്ന്. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. പ്രസവിച്ച് കുറച്ചു കാലം നമ്മുടെ മക്കളെന്ന് പറയും. ഒരു ദിവസം മകൻ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മ പറയും മോനെ ഇവിടെ വാന്ന്. അപ്പോഴേക്കും മരുമകളുടെ കണ്ണ് കടിക്കാൻ തുടങ്ങും. തള്ള പറഞ്ഞിട്ടില്ല എന്റെ മോൻ എന്ന്. ഇതിപ്പോ എന്റെ ഭർത്താവല്ലേ, ഞാൻ നോക്കിക്കോളില്ലേ ഇയാളുടെ കാര്യം, ഇതെന്തിനാ ഈ തള്ള എന്തിനാ ഇത്ര ടെൻഷൻ എടുക്കുന്നത്? അങ്ങനെ തുടങ്ങും. അന്ന് അമ്മയ്ക്ക് മനസ്സിലാവും എന്റെ മോൻ എന്നുള്ളത് പറച്ചിൽ ഒഴിവാക്കണം, ഇനിയിപ്പോ എന്റെ മകനല്ല എന്നുള്ളത്. ആ മരുമകൾ അങ്ങനെ പറയിപ്പിക്കും. അങ്ങനെ ബന്ധങ്ങൾ മാറി മാറി വരുന്നത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടേതാണ്, അത് മറ്റൊരാളുടെ കൈവശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധം അങ്ങോട്ട് മാറി. ഇത് അറിയാത്തവരാണ് അമ്മായിയമ്മ പോരൊക്കെ ഉണ്ടാക്കുക. കല്യാണം കഴിച്ചു കൊടുത്താലും എന്റെ എന്ന് പറയും. അപ്പൊ അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഗുരുവായൂരപ്പ എന്തിനാ ഈ സ്ത്രീക്ക് ഇത്ര ആയുസിട്ട് കൊടുക്കണതെന്ന്, വേഗം അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന്. അങ്ങനെ നമ്മളത് കേൾക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് അതിനായിട്ട് ജീവിതത്തിന് ഒത്തിരി വിവേകം ഉണ്ടെങ്കിൽ നമ്മളൊന്നും അങ്ങനെ ചെയ്യില്ല. കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ബസ് കഴിഞ്ഞു, പിന്നെ ഓൾഡ് അങ്കിൾ ആൻഡ് ആൻറ്റിയിട്ട് ജീവിക്കുക തന്നെ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക, പിന്നെ ഭാഗവതമോ രാമായണമോ ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുക. പക്ഷെ അതിനൊക്കെയുള്ള ബുദ്ധി വേണ്ടേ, അത് തരണ്ടേ ഭഗവാൻ. അതിനാണ് ഭാഗവതമൊക്കെ നേരത്തെ കേൾക്കണം എന്ന് പറയുന്നത്. അതൊട്ടും കേട്ടില്ലെങ്കിൽ മാതിരി കുഴപ്പമൊക്കെ ഉണ്ടാക്കും. പിന്നെ മൂട്ടയുടെ പോലെ വീട്ടിലിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കുഴപ്പമുണ്ടാക്കി, പിന്നെ പേനായി മൂട്ടയായി ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കി, അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ നരകം അനുഭവിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയാൽ മറക്കും ചെയ്യും. നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലൊക്കെ ജീവിക്കും. അതാണ് നമുക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടേ. അതുകൊണ്ട് ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തപ്പം ജീവൻ ഇത് പറഞ്ഞപ്പോൾ ചിത്രകേതുവിന് പെട്ടെന്ന് ബോധോദയുണ്ടായി. നാരദ മഹർഷിയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ശരിയാണ്, ജീവനെ ബന്ധിക്കാൻ ആർക്കും സാധ്യല്ല. ജീവൻ സ്വതന്ത്രനാണ്, ഈ മനസ്സ് സ്വതന്ത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന്. ഒരു നിമിഷം ഈ ശരീരത്തെ മനസ്സ് വിട്ടുകഴിഞ്ഞാൽ മനസ്സിന് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോൾ കാൽക്കൽ വീണ്ടും ചോദിച്ചു, എനിക്കിതിന്ന് ഉയരാൻ വല്ല വഴിയും പറഞ്ഞു തരുമെന്ന്. ഉടനെ ഒരു മന്ത്രോപദേശം കൊടുക്കണം.